വയനാടിന്റെ എം പി പ്രിയങ്ക ഗാന്ധിയും മുൻ എം പി രാഹുൽ ഗാന്ധിയും ആ നാടിനെ കൈവിട്ടോ? ഈ ചോദ്യം ഉന്നയിച്ച് കോൺഗ്രസിനെ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ പ്രതിരോധത്തിലാക്കുകയാണ് BJP. കഴിഞ്ഞയാഴ്ചയാണ് കേരളത്തെ നടുക്കി വയനാട് കള്ളാടിയിൽ നിരവധി പേരുടെ ജീവനെടുത്ത മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായത്. എന്നാൽ അപകടം നടന്ന് ഇത്ര ദിവസമായിട്ടും സംഭവസ്ഥലം സന്ദർശിക്കാൻ പ്രിയങ്കയോ രാഹുലോ വന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് വിശദമാക്കാൻ പാടുപെടുകയാണ് കോൺഗ്രസ് നേതൃത്വം. വിഷയം ദേശീയ തലത്തിൽ തന്നെ BJP ചർച്ചയാക്കുന്നുണ്ട്. BJP ദേശീയ IT സെൽ മേധാവി അമിത് മാളവ്യയാണ് പ്രിയങ്കയും രാഹുലും എവിടെയെന്ന ചോദ്യം ഉയർത്തുന്നത്. ദുരന്ത ബാധിതരെ കാണാൻ ഇരുവരും എത്തിയില്ല, തെരഞ്ഞെടുപ്പിന് മുൻപ് മാത്രം എത്തുന്നവരാണ് ഇവർ എന്നാണ് വിമർശനം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ് യഥാർത്ഥ സഹാനുഭൂതി. എപ്പോഴും ശബ്ദമുയർത്തുന്ന അനുകൂലികളുടെ മൗനം ശ്രദ്ധേയമാണെന്നും പറയുന്നുണ്ട് മാളവ്യ. ദുരന്ത സ്ഥലത്ത് നേരിട്ട് വന്നില്ലെങ്കിലും സ്ഥലം MPയായ പ്രിയങ്ക വേണ്ട ഇടപെടൽ നടത്തുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് സാധനങ്ങൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസം ജില്ലയിൽ നിന്നുള്ള മന്ത്രി കൂടിയായ T സിദ്ദിഖാണ് ക്യാമ്പുകളിൽ ഈ സാധനങ്ങളെല്ലാം വിതരണം ചെയ്തത്. എങ്കിലും ഇത്തരത്തിലുള്ള ദുരന്ത പ്രദേശങ്ങളിൽ അവിടുത്തെ ജനപ്രതിനിധികളുടെ സാന്നിധ്യം നിശ്ചയമായും ഉണ്ടാകേണ്ടതാണ്. എന്തെങ്കിലും സഹായം ചെയ്തതുകൊണ്ട് തീരുന്നതല്ല ജനപ്രതിനിധിയുടെ കടമ. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു നേരത്തെ രാഹുലും പ്രിയങ്കയും മത്സരിക്കാനെത്തിയപ്പോൾ BJP ഉൾപ്പെടെയുള്ള എതിർ പാർട്ടികൾ വിമർശനം ഉന്നയിച്ചത്. മണ്ഡലത്തിലെ ജനങ്ങളുടെ ആവശ്യത്തിന് ഇവരെ കിട്ടില്ലെന്നായിരുന്നു പ്രചരണം. അത് ഏതാണ്ട് ശരിയെന്ന് തെളിയുന്നു എന്നാണ് ഇപ്പോൾ BJP ചൂണ്ടിക്കാട്ടുന്നത്. രാഹുൽ ഗാന്ധിയുടെ രാജ്യത്തെ അസാന്നിധ്യം ഇതിനോടകം തന്നെ ദേശീയ തലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. 20 ദിവസത്തോളമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി രാജ്യത്തിന് പുറത്താണ്. രാജ്യത്തെ സുപ്രധാനമായ വിഷയങ്ങളിലൊന്നും ഇടപെടാനോ സർക്കാരിനെതിരെ പ്രതിഷേധിക്കാനോ നാഥനില്ലാത്ത അവസ്ഥ. ഇത് കോൺഗ്രസിന് രാഷ്ട്രീയമായി ഉണ്ടാക്കാമായിരുന്ന മേൽക്കൈയാണ് നഷ്ടപ്പെടുത്തുന്നത്. അതിൽ പാർട്ടിയിലും ഇന്ത്യ സഖ്യത്തിലും വലിയ അമർഷം സൃഷ്ടിക്കുന്നുമുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് രാഹുൽ വയനാടിന്റെ MP ആയത്. അന്ന് അമേത്തിയിൽ മത്സരിച്ചെങ്കിലും അവിടെ തോറ്റു. അങ്ങനെ വയനാടിന് കേരളത്തിന് പുറത്തുനിന്നുള്ള MPയെ ലഭിച്ചു. 2024 പക്ഷേ റായ്ബറേലിയിൽ വിജയിച്ചതോടെ വയനാട് ഒഴിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് പ്രിയങ്ക വയനാടിന്റെ ജനപ്രതിനിധിയായി മാറിയത്. നേരത്തെ വയനാട് പല സമയത്തും പ്രകൃതി ദുരന്തങ്ങൾക്കിരയായപ്പോൾ ആശ്വാസവുമായി ഓടിയെത്തിയിട്ടുണ്ട് രാഹുലും പ്രിയങ്കയും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളം അത് കണ്ടതുമാണ്. അല്പം വൈകിയാലും ഇത്തവണയും അതുണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെ വിശ്വാസം. പക്ഷേ അത്രയും നാൾ അവരെന്തു പറഞ്ഞ് ന്യായീകരിക്കുമെന്നതാണ് ഇവിടെ കാതലായ പ്രശ്നം.